Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ ചെറിയ ചെറിയ ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ വീഡിയോയുടെ ഓഡിയോസ് കേൾക്കണം. അത് നിങ്ങൾക്കൊരു റിവിഷൻ്റെ ഫലം ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സെക്ഷൻ 63 സബ്സെക്ഷൻ 7, 8, 9 ഇതായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അണ്ടർ ഹൂസ് കൺട്രോൾ ഈസ് ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്? ആൻസർ, ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 7. DCA അഥവാ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ RCSൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിറ്റർമൈൻസ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓഡിറ്റേഴ്സ്? Answer, the minimum qualification and experience of auditors are prescribed under Rule 64A, Section 63, Subsection 8. ഒരു ഓഡിറ്ററുടെ മിനിമം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അത് പറഞ്ഞിരിക്കുന്നത്, അത് വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് റൂൾ 64A ഒരു ഓഡിറ്ററുടെ മിനിമം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പറഞ്ഞിരിക്കുന്നത്. ഈ റൂളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 8. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ആസ്പെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് സ്കീം അപ്രൂവ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്? ആൻസർ, the composition, structure of the audit team, mode of conducting audit and preparation of audit report. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന, അംഗീകരിച്ചിരിക്കുന്ന ഓഡിറ്റ് സ്കീമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഓഡിറ്റ് ടീമിൻ്റെ കോമ്പോസിഷൻ, അതുപോലെ ഓഡിറ്റ് ടീമിൻ്റെ സ്ട്രക്ചർ, അതുപോലെ എങ്ങനെ ഒരു ഓഡിറ്റ് കണ്ടക്റ്റ് ചെയ്യാം, മോഡ് ഓഫ് കണ്ടക്റ്റിംഗ് ഓഡിറ്റ്, അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് സ്കീമിലാണുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിൻറ്റ്സ് ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? Answer, the team of auditors is appointed by the Director of Cooperative Audit, Section 63, Subsection 9. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് DCA ആണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് പറയുന്ന സെക്ഷൻ 63 സബ്സെക്ഷൻ 9. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 10. ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൽ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആസ് പെർ KCS Amendment Act 2023, ആക്ട് നമ്പർ 9 of 2024. KCS ആക്ടിൻ്റെ 2023 അമെൻമെൻറ്റ് പ്രകാരം ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന, അംഗീകരിച്ചിരിക്കുന്ന പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റിംഗ് ഫേംസാണ് എല്ലാ അപ്പെക്സ് സൊസൈറ്റികളുടെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും എല്ലാ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് എല്ലാ അപ്പെക്സ് സൊസൈറ്റികളുടെയും എല്ലാ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഓഡിറ്റ് നടത്തുന്നത് ഓഡിറ്റിംഗ് ഫേംസാണ്. ഇതിനെ KCS ആക്ട് 2023 അമെൻമെൻറ്റ് പ്രകാരം DCA അംഗീകരിച്ചിരിക്കുന്ന പാനൽ ഓഫ് ഓഡിറ്റേഴ്സാണ് ഈ ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുന്നത്. The administrative matters and related accounts of assisted apex societies shall be audited by the departmental auditors
as per KCS Amendment Act 2023. അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അതായത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലാത്ത ഭരണപരമായ കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും. ഇത് KCS Amendment Act 2023 പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത്. If the audit discloses any misappropriation or fraud or defalcation of money or property or assets of the societies, audit team shall prepare a special report and forward the same to the Director of Cooperative Audit and the Registrar as per KCS Amendment Act 2023. ഓഡിറ്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പണാപഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വഞ്ചനാപരമായ കാര്യങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അസറ്റ്സുകൾ അത് മിസ്അപ്രോപ്രിയേഷനോ അത് വഞ്ചനാപരമായിട്ട് കൈവശപ്പെടുത്തുന്നതായിട്ടോ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഡിറ്റ് ടീം ഒരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും KCS Amendment Act 2023 പ്രകാരം അവർക്ക് റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത്, ദി രജിസ്ട്രാർ ഹിംസെൽഫ് or the Director of Cooperative Audit in consultation with the Registrar shall forward the special report prepared by audit team to the Vigilance Officer appointed under Section 68A for detailed inquiry as per KCS Amendment Act 2023. ഇങ്ങനെ ഓഡിറ്റ് ടീമിൽ നിന്നും ഒരു പ്രത്യേക റിപ്പോർട്ട് രജിസ്ട്രാർക്കും അതുപോലെ DCAയ്ക്കും ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തോ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് സെക്ഷൻ 68A പ്രകാരം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന വിജിലൻസ് ഓഫീസർക്ക് കൈമാറണം എന്നാണ് KCS Amendment Act 2023 ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടി ഓർക്കണം, സെക്ഷൻ 68A പ്രകാരം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആളാണ് വിജിലൻസ് ഓഫീസർ. അദ്ദേഹത്തിന് ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിലേക്ക് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് കൈമാറുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഓഡിറ്റ് പ്രൊവിഷൻസ്, അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. Section 63 subsection 10. Financial accounts of all apex societies and urban cooperative banks must be audited by firms from the panel approved by the Director of Cooperative Audit. Administrative Audit. Administrative matters and related accounts of assisted apex societies will be audited by departmental auditors. Audit and reporting. Misappropriation cases. If audit finds misappropriation, fraud or defalcation, the audit team must prepare a special report. This report is sent to both the Director of Cooperative Audit and the Registrar. The Registrar or the Director, in consultation with the Registrar, will forward the report to the Vigilance Officer appointed under Section 68A for detailed inquiry. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. The smallest union territory in India is. Answer, Lakshadweep. Next, meaning of candid. Answer, frank, സത്യസന്ധമായ. അങ്ങനെയാണ് മീനിങ്. അടുത്തത്, വാട്ട് വുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? 1, 3, 12, 60, 360, 2520 and dash. Answer is 20,160. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്പർ 1
അതിനോട് 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 കിട്ടി. നെക്സ്റ്റ് നമ്പറായ 3നോട് 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 കിട്ടി. അടുത്തത് 12നോട് 5 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 60 കിട്ടി. 60നോട് 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 360 കിട്ടി. 360നോട് 7 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2520 കിട്ടി. അങ്ങനെയാണെങ്കിൽ 2520നോട് 8 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20160 കിട്ടി. ദാറ്റ് ഈസ് ദ ആൻസർ. Now your turn to answer. The first bank in India. Dhanalakshmi Bank, Nedungadi Bank, Canara Bank and Bank of Hindustan. Next, meaning of admonish. Next, mental ability 5G7. Then 7H10. Next, 10I40. Next, 14J90. Next, 19K25. What would come next number? Leave your answer in the comment box and stay tuned for the next episode. Thank you.